നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വീണ്ടും ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണം സ്വീകരിച്ച് കടന്നു വരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷിജു തങ്കച്ചൻ താന് കൊട്ടാരക്കരയ്ക്കടുത്ത് പുലമൺ ബ്രദറൻ സഭയിലെ സുവിശേഷകനാണ്. തന്നെ ഈ മീറ്റിങ്ങിലേക്ക് വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ കൂടെ വന്ന സ്നേഹിതനായിരിക്കുന്ന എബി സഹോദരനെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എബി സഹോദരൻ ഈ വളരെ അടുത്ത സമയത്ത് കർത്താവിനെ അറിയുകയും മുമ്പോട്ട് വരികയും ചെയ്ത ഒരു സഹോദരനാണ്. തന്നെ പ്രത്യേകാല മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കുകയും നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന സോങ് ഷീറ്റിലെ പാട്ടുകൾ ഒരുമിച്ച് പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പുല്ലാന്തുവിള സഭയിലെ എബി സഹോദരനെ ക്ഷണിച്ചോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്നായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയത്ത് കടന്നു വരുവാൻ അവിടുന്ന് അനുവദിച്ച കൃപയ്ക്കായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് ഓർക്കുവാനുള്ളത്. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനായി സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വലിയ ഒരു ലക്ഷ്യം ഒരുക്കിയതിനായി സ്തോത്രം. അതിന് പ്രകാരം ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള ആ ധൈര്യവും ദൈവമേ ഞങ്ങൾക്ക് ആ കൃപയും പദവിയും തന്നിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൽ നിങ്ങൾ അങ്ങയുടെ മക്കളും പ്രിയമക്കളുമാക്കി എന്ന് മാത്രമല്ല കർത്താവെ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വലിയ പദവികൾ തന്നിരിക്കുന്നു. ഞങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല ക്രിസ്തുവിനോടുകൂടെ ഞങ്ങൾക്ക് കൂട്ടവകാശവും തന്നിരിക്കുന്നു. ദൈവമേ, എത്ര വലിയ കാര്യമാണ് കർത്താവെ. ഞങ്ങളതുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഇത്ര ഉന്നതനായ മഹോദനായ പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് മക്കളിൽ നിന്നുള്ള പദവിയിലേക്ക് കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അവിടുന്ന് തരുന്നതിനായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലമൊക്കെയും ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ അങ്ങേ ആരാധിക്കുവാനുള്ള കൃപ തന്നതിനായി സ്തോത്രം. മാത്രമല്ല ഇന്ന് ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവെ, വചനം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, ദൈവമേ, വചനം സംസാരിക്കുന്നതിൻ്റെ ദാസനെ പ്രത്യാല ഞങ്ങളുടെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കാൻ സ്തോത്രം. ദൈവമേ, കൊട്ടാരക്കര ഭാഗത്ത് അവിടുന്ന് ദൈവമേ ആ ദാസനെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നീ മാനിക്കണേ. ധാരാളമായ കൃപകളും കഴിവുകളും ഒക്കെയും കൊടുക്കണേ. കർത്താവിന് വേണ്ടി കൂടുതൽ ശോഭിക്കുവാൻ ആവശ്യമായ കൃപകൾ കൊടുക്കണേ. മാത്രമല്ല ഇന്ന് ദൈവമേ അവിടുത്തെ വചനം കൈകാര്യം ചെയ്യുമ്പോൾ കർത്താവെ ആവശ്യമായ എല്ലാ കൃപകളും കൊടുക്കണേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ദൂത് അവിടുത്തെ ദാസനിൽ കൂടെ അങ്ങ് തരണേന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനത്തിന് കാരണമായി തീരുവാനും ഞങ്ങൾക്ക് ആത്മീയ വർധന ഉണ്ടാകുവാനും കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിനും ദേശത്തിനും സ്ഥലസഭയ്ക്കും ഒക്കെയും അത് പ്രയോജനകരമായി തീരുവാൻ നീ സഹായിക്കണേ. ദൈവമേ, പാട്ട് പാടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷയൊക്കെ അവിടുന്ന് മാനിക്കണേ. ഞങ്ങളുടെ ഈ മീറ്റിംഗ് ആദ്യോടന്തം അങ്ങ് ഭരിക്കണേ. ഇതൊക്കെയും കർത്താവെ അവിടുത്തെ നാം മഹത്വത്തിന് വേണ്ടി തീരുവാനും കർത്താവെ ഞങ്ങൾ ഒരു രീതിയിലും കർത്താവെ അതിനെതിരായിട്ട് ചെയ്യാതിരിക്കുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് ഇരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി ഞങ്ങൾ സഹായിക്കണേ. ദൈവമേ, ഇതിനുള്ള വെളിച്ചം, ശബ്ദം, മറ്റു കാര്യങ്ങളും ഒക്കെയും അവിടുന്ന് നിയന്ത്രിക്കണേ. കൂട്ടിക്കൊണ്ട് വരുന്നവരെ എല്ലാം അങ്ങ് കൂട്ടിക്കൊണ്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദിവ്യ സ്നേഹത്തിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ, കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ, അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിടാം. അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിടാം. കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ, കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ.
പാപക്കുഴിയിൽ ആണ്ടുപോയ നരരാം നമ്മെ വീണ്ടെടുത്തു. പാപക്കുഴിയിൽ ആണ്ടുപോയ നരരാം നമ്മെ വീണ്ടെടുത്തു. നന്ദിയോടെ എന്നെന്നും പാടി സ്തുതിപ്പാൻ നവ്യമാം ഗാനങ്ങൾ നാവിൽ പകർന്നു. നന്ദിയോടെ എന്നെന്നും പാടി സ്തുതിപ്പാൻ നവ്യമാം ഗാനങ്ങൾ നാവിൽ പകർന്നു. നവ്യമാം ഗാനങ്ങൾ നാവിൽ പകർന്നു. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. പ്രകൃതി അറിഞ്ഞിട്ടും നാം പൊടിയൻ ഓർത്തിട്ടും, നമ്മുടെ പ്രകൃതി അറിഞ്ഞിട്ടും നാം പൊടിയൻ ഓർത്തിട്ടും, നിത്യമായി നമ്മെ സ്നേഹിച്ചവൻ സ്വന്തം പുത്രനെ യാഗമായി തന്നു. നിത്യമായി നമ്മെ സ്നേഹിച്ചവൻ സ്വന്തം പുത്രനെ യാഗമായി തന്നു. സ്വന്തം പുത്രനെ യാഗമായി തന്നു. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. വരുവിൻ വണങ്ങി നമസ്കരിക്കാം നമ്മെ നിർമ്മിച്ച യഹോവയെ. വരുവിൻ വണങ്ങി നമസ്കരിക്കാം നമ്മെ നിർമ്മിച്ച യഹോവയെ. നന്ദിയോടെ ആരാധിച്ചാർപ്പിടാം അവൻ മാത്രം ദൈവമെന്നറിയാം. നന്ദിയോടെ ആരാധിച്ചാർപ്പിടാം അവൻ മാത്രം ദൈവമെന്നറിയാം. അവൻ മാത്രം ദൈവമെന്നറിയാം. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിടാം. അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിടാം. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. നാം പാടിക്കേട്ടതുപോലെ മഹാദയുള്ള നമ്മുടെ കർത്താവിനെ നമുക്ക് വീണ്ടും ഈ സന്ധ്യാസമയം ഓർക്കുവാനും അവന് തക്ക മഹത്വം പാട്ടിലൂടെ കരയേറ്റുവാൻ ദൈവം നമുക്ക് വീണ്ടും ബലവും കൃപയും നൽകിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി നാം ഒന്നിച്ച് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ നാം പോകുകയാണ്. ഈ വർഷത്തിൻ്റെ TBFൻ്റെ ഇങ്ങനത്തെ ഫിസിക്കൽ മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ ഒരു സന്ദേശമാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള പുലമൺ ബ്രദറൻ സഭയിലെ സുവിശേഷകനാണ് കർത്താവിൻ്റെ ദാസൻ ഷിജു തങ്കച്ചൻ. ഞങ്ങൾക്ക് തമ്മിൽ ഏതാണ്ട് 18 വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. ആ കാലഘട്ടങ്ങളിൽ താൻ തിരുവനന്തപുരത്ത് കോവളം ബ്രദറൻ സഭയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. അന്ന് മുതലുള്ള ആ സ്നേഹബന്ധം ഇന്നോളം നിലനിൽക്കുവാനും ഈ നിലയിൽ ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. തന്നെയും ഈ ശുശ്രൂഷയ്ക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. അതിനായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പ് ക്രമീകരിച്ച ഈ മീറ്റിങ്ങിൽ എനിക്കും വന്ന് സംബന്ധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല TBFൻ്റെ ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പുതുവർഷത്തിലും അനേകർക്ക് പ്രയോജനകരമായ നിലയിൽ ഇത് തുടർന്നും മുന്നോട്ട് പോകുവാൻ ദൈവം ആവശ്യമായ കൃപകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അധികം മുഖവര കൂടാതെ തുടർന്നുള്ള അല്പസമയത്തെ ഒരുമിച്ചുള്ള വചനചിന്തയ്ക്ക് ആധാരമായി തിരുവെഴുത്തിലെ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ഞാൻ റെഫറൻസ് ഒരിക്കൽ കൂടെ പറയാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. മതി. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതിനോട് അനുബന്ധിച്ച് ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് പറയണമെന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക. ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുക. നമുക്കറിയാം, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. വളരെ ലാഘവത്തോടെ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, നാം ഇന്ന് വന്ന് നിൽക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദകരം ആകുമാറ് ജീവിക്കുവാൻ വളരെ പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം വന്ന് നിൽക്കുന്നത്. നാം അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ലക്ഷണമായിട്ട് നാം അവിടെ വായിക്കുന്നത് മനുഷ്യർ സ്വസ്നേഹികളായി തീരും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മനുഷ്യർ അവനവനെ തന്നെ സ്നേഹിക്കുക, അവനവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അവനെ പ്രസാദിപ്പിക്കുവാൻ എന്തൊക്കെ ചെയ്യണമോ അതിനനുസരിച്ച് അവൻ്റെ മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അവൻ്റെ പ്രമോദങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുവാൻ വളരെ സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമാകുമാർ ഒരു ജീവിതം നയിക്കുക എന്ന് പറയുന്നത് വളരെ വില കൊടുക്കേണ്ടതാണ്, വിലയേറിയതുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ 5-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ ഭാഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചില്ല എങ്കിൽ എന്താണ് പ്രശ്നം? ദൈവത്തെ ഇത്ര കണ്ട് പ്രസാദിപ്പിക്കേണ്ടതിൻ്റെ അത്യാവശ്യകതയുണ്ടോ? അതിൻ്റെ ഗൗരവത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. അതോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല.
അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ മതി. അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരു കൂട്ടരെ ദൈവം തള്ളിയിട്ട് കളഞ്ഞ ഒരു ചരിത്രമാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ദൈവവചനം ആയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ആ 1 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്ന്, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഗൗരവമുള്ളൊരു വിഷയമാണോ? അതിന് എത്രയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ദൈവം തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞ ഈ കൂട്ടർ ആരാണ്? നമുക്കറിയാം, ഈ ഭാഗം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ ശ്രേഷ്ഠജനമാണ്, ഇസ്രായേലാണ്. അവർ ദൈവത്തിൽ നിന്ന് ആത്മീയവും ഭൗമികമായ നന്മകൾ ആവോളം അനുഭവിച്ചവരാണ്. നാം അവിടെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ കണ്ടവരാണ്. ദൈവം അവരെ ആ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നവരാണ്. അവൻ്റെ എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങളും നന്നായി അനുഭവിച്ച ഈ ജനം, നാം അവിടെ വായിക്കുന്നുണ്ട്, അവർ ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. അവർ ആത്മീയ ആഹാരം തിന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള നന്മകൾ ഏറ്റവും അധികമായി അനുഭവിച്ച അവൻ്റെ സ്വന്തം ജനം, ആ സ്വന്തം ജനത്തെ ദൈവത്തിന് ആ സ്വന്തം ജനത്തിൽ പ്രസാദമില്ലാതെ വന്നപ്പോൾ അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ഇതെന്തിനെഴുതി വെച്ചു? ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി എഴുതി വെച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കാതിരുന്ന അവൻ്റെ സ്വന്തം ജനത്തോട് അവൻ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ മറിച്ചൊരു രീതിയിൽ നമ്മോട് ചെയ്യുവാൻ മറ്റ് പ്രിവിലേജുകളൊന്നും നമുക്കില്ല എന്നുള്ളത് നാം ഓർത്തിരിക്കണം. തീർച്ചയായും ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിൻ്റെ അത്യാവശ്യകത നമ്മളിലുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് പ്രസാദം വരുന്ന ഒരു ജീവിതം വേണം നാം നയിക്കാൻ. സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്ത ജനമെന്നും ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്യുന്നതായിട്ട് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് ദൈവം ഇങ്ങനെ ചെയ്തു എങ്കിൽ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കരുണ നമ്മോട് കാണിക്കുമെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് തന്നെ വേണം നാമും ജീവിക്കുവാൻ. അതിനുവേണ്ടി ദൃഷ്ടാന്തമായിട്ടാണ് തിരുവെഴുത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നാം ഈ 10-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അപ്പൊ ദൈവത്തിന് പ്രസാദകരമാകുമാറ് ഒരു ജീവിതം നാം നയിക്കണം. നാം പ്രാരംഭത്തിൽ വായിച്ച ഭാഗത്തേക്ക് വരാം. ആ വാക്യം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. മതി. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അഭിമാനിക്കുന്നവരാകുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് കാര്യത്തിലാണ് അഭിമാനിക്കുന്നത് എന്നുള്ളത് നാം സ്വയം ശോധന ചെയ്യണം. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ശരീരത്തിൽ ജീവിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അഭിമാനിക്കുന്ന കാര്യം ഞങ്ങളുടെ കർത്താവിനെ, ഞങ്ങളുടെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതാണ്. അവിടെ ആ വാക്ക് തുടങ്ങുമ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം?
അതോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ അവിടെ നിന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമാകുമാറാണ് നാം ജീവിക്കേണ്ടത്. അതല്ല നമ്മെ തന്നെ പ്രസാദിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ പ്രസാദിപ്പിക്കുവാൻ, നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചൊരു ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ നാം ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അപ്പോസ്തലൻ പറയുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏതുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം? ഏത് കാരണത്താൽ ഞാൻ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കണം? 5-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാമോ? 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. മതി. നാം അഭിമാനിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിലാണെങ്കിൽ അപ്പോസ്തലൻ പറയുകയാണ്, കൂടാരമായ ഈ ഭവനം ഇത് ഭൗമഭവനമാണ്, ഇത് അഴിഞ്ഞു പോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം ഏതിലാണ് അഭിമാനിക്കുന്നത്? നമ്മുടെ ശരീരത്തിലാണോ നാം അഭിമാനിക്കുന്നത്? നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്കൊരു രോഗങ്ങളുമില്ല, ഒരു വൈകല്യങ്ങളുമില്ല, എൻ്റെ ഭൗമിക ജീവിതം ഒരു കുഴപ്പവുമില്ല, സന്തോഷകരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, അതിൽ നിങ്ങൾ അഭിമാനിക്കുന്നുവെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് പറയുക, അവിടെ നാം വായിക്കുന്നത് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകും. അപ്പൊ ഈ ഭവനം എന്ത് ചെയ്യും? അഴിഞ്ഞു പോകും. ഈ നാളുകളിൽ ഞാൻ ചില യാത്രകളൊക്കെ ചെയ്യേണ്ടതായ ആവശ്യകത വന്നപ്പോൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. പല ജംഗ്ഷനുകളിലും ചെന്ന് നിൽക്കുമ്പോൾ ധാരാളം പോസ്റ്ററുകൾ, അനേകരുടെ മരണ പോസ്റ്ററുകളാണ്, ആദരാഞ്ജലികളാണ് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, മിക്ക മരണ പോസ്റ്ററുകളുടെയും ഏജ് പരിശോധിച്ചാൽ 41, 42, 36, 26 ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ അനേകർ ലോകം വിട്ട് പെട്ടെന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നെ അതിശയിപ്പിച്ച ദൈവമേ, പ്രായം ചെന്നല്ലല്ലോ മരിക്കുന്നത്. യൗവന സമയത്ത് എത്രയോ പേർ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം എത്ര കമനീയമായി ഇതിനെ കാത്തു സൂക്ഷിച്ചാലും, എത്ര ആരോഗ്യത്തോടെ ഈ ശരീരത്തെ നിലനിർത്തിയാലും, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇത് അഴിഞ്ഞു പോകുന്നതാണ്. ഇതൊരു കൂടാരമാണ്, ഇത് എന്നേക്കും നിലനിൽക്കുന്നതല്ല. ഞാൻ എന്നെ തന്നെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവെങ്കിൽ, ഞാൻ എന്നെയാണ് പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനിക്കുന്നതെങ്കിൽ, ഞാൻ ഒന്നാമത് അറിഞ്ഞിരിക്കണം, ഇതെന്നേക്കും നിലനിൽക്കുന്നത് അല്ല. ഇത് അഴിഞ്ഞു പോകുന്ന കൂടാരമാണ്, അഴിഞ്ഞു പോകുന്നതാണ്. ഇത് നിത്യമായ ഒരു കൂടാരം അല്ല എന്നുള്ളത് നാം പ്രത്യേകാൽ ഓർത്തിരിക്കേണ്ട ആവശ്യകതയുണ്ട്. ഒന്ന്, ഇത് അഴിഞ്ഞു പോകുന്ന കൂടാരമാണ്. ഞാൻ ഇതിൽ പ്രശംസിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. രണ്ടാമത്തെ, അത് താഴോട്ട് വരുമ്പോൾ ഈ ഭൗമഭവനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അധികം അത് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ ഈ ശരീരത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഇത് ദ്രവത്വമുള്ള ശരീരമാണ്, ഇത് ബലഹീനമായ ശരീരമാണ്, ഇത് താഴ്ചയുള്ള ശരീരമാണ്. അതുകൊണ്ട് ഇതിനെ എത്ര പുഷ്ടിപ്പെടുത്തിയാലും ഇതെന്നേക്കും നിലനിൽക്കുന്നതല്ല, ഇത് അഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ഷണികത മനസ്സിലാക്കി വേണം നാം ഓരോ ദിവസവും ജീവിപ്പാൻ. ഞാൻ ഈ ദിവസങ്ങളിൽ സങ്കീർത്തനം 90-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ മോശയുടെ ഒരു സങ്കീർത്തനമാണല്ലോ. അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദൈവമേ, ജ്ഞാനമുള്ളോര് ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ശരിക്കും ജ്ഞാനമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമ എന്ന് പറയുന്നത് അവന്റെ ജീവിതം, അയ്യോ, അത് 4 വിരൽ നീളമാണ്, അത് വളരെ ക്ഷണികമാണ്, അത് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ എന്നെ ഇടയാക്കണമേ എന്ന മോശ പ്രാർത്ഥിക്കും. നമുക്കറിയാം, ഈ മോശ ഓരോ ദിവസവും എത്രയെത്ര മരണങ്ങൾക്കും അതിൻ്റെ ശുശ്രൂഷകൾക്കും സാക്ഷ്യം നിന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പറയുക, മനുഷ്യന്റെ ആയുസ് ഏറെയായാൽ 80, അത് വേഗം തീർന്നു പോകും. നാം എല്ലാം ക്ഷണികരാണ്, നാം ഇവിടുന്നെല്ലാം പറന്നു പോകും. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വളരെ ക്ഷണഭങ്കുരമായ ജീവിതത്തിനുടമകളാണ്, അഴിയുന്ന ശരീരത്തിനുടമകളാണ്. ഇത് ഏത് നിമിഷവും ഇല്ലാതാകും. ഈ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ വേണം നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിൻ്റെ മറ്റൊരു കാരണം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. 5-ാം അധ്യായം 6-ാമത്തെ വാക്യം.
അവിടെ അപ്പോസ്തലനായ പൗലോസ് അറിയുന്ന കാര്യം, രണ്ട്, ഞങ്ങൾ ആരാണ്? ഞങ്ങൾ പരദേശികളാണ്. ഞങ്ങൾ ഇവിടെ സ്ഥിരവാസികളല്ല, ഇവിടെ പരദേശ പ്രയാണമാണ്. പരദേശം എന്ന് പറയുമ്പോൾ തന്നെ നിത്യതയെക്കുറിച്ചുള്ള ഒരു അറിവ് അതിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം അഴിഞ്ഞു പോകുന്നതാണ് എന്ന് മാത്രമല്ല, നാം ഇവിടെ സ്ഥിരവാസികളല്ല. എന്നേക്കും നിലനിൽക്കുന്ന ഒരു നഗരം ഇവിടെ ഇല്ല. നാം ഇവിടെ പരദേശികളാണ്. ഏത് നിമിഷവും നാം ഇവിടുന്ന് പോകേണ്ടി വരും. ഇത് നമ്മുടെ ദേശമല്ല, നാം പരദേശ പ്രയാണത്തിലാണ്. നമ്മുടെയൊക്കെ ജീവിതം കണ്ടാൽ ഒരു പക്ഷേ ഞാൻ എന്നും ഇവിടെ ഉണ്ടാകുമെന്ന തോന്നലിലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശം ഇവിടെയല്ല. ഞാൻ അത് അധികം വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം, ഞാനിവിടെ പരദേശിയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നാം ഓരോന്ന് വെട്ടിപ്പിടിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും മണിമാളികകൾ പണിയുമ്പോഴും ഓരോ സാമഗ്രികൾ വാങ്ങിച്ചു കൂട്ടുമ്പോഴും നാം ഓർക്കണം, നാം പരദേശികളാണ്. നമുക്കിതൊന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നമ്മുടെ പരദേശ പ്രയാണ കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവന്നവരായി നാം തീരണം. അതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം. നാം പരദേശികളാണ്. മതി. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭവനമില്ല. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഉറപ്പുള്ള ഒരു നഗരത്തിലേക്ക് എന്നെ ആർ വഴി നടത്തും, ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും. നമുക്കറിയാം, ഇവിടുത്തെ നഗരങ്ങൾക്കൊന്നും ഒരു നിലനിൽപ്പുമില്ല എന്നുള്ളത് ചരിത്രം കഴിഞ്ഞ നാളുകളിൽ നമ്മെ തെളിയിച്ച വസ്തുതയല്ലേ. ഇവിടെ ഒന്നും സ്ഥിരമായി നിലനിൽക്കുകയില്ല. ഇവിടെ ഉറപ്പുള്ള ഒരു പട്ടണവുമില്ല. ഉറപ്പുള്ള ഒരൊറ്റ പട്ടണമേ ഉള്ളൂ, അല്ലേ? നാം തിരുവെഴുത്തിൽ ഇബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരമുണ്ട്. ബാക്കിയെല്ലാം അഴിഞ്ഞു പോകുന്നതാ. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം നമ്മിൽ തന്നെ, നമുക്കുള്ളതിൽ നാം അഭിമാനിക്കുന്നു എങ്കിൽ ഓർക്കുക, ഇതെന്നേക്കും അഴിഞ്ഞു പോകുന്നതാണ്. ഇത് പരദേശ പ്രയാണമാണ്. ഇവിടെ നിലനിൽക്കുന്നതായിട്ട് ഒന്നുമില്ല. അതിനോട് ചേർത്ത് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ, 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വേഗം വായിക്കാം. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു ഭാഗമാണ് അത്. എബ്രായ എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യം. മതി. അവിടെ നാം വായിക്കുന്നത്, അവൻ അവർക്കായിട്ട് ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. അബ്രഹാമിന്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ച് ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പറഞ്ഞ കാര്യമാണ്. എന്നാൽ നിങ്ങൾ ഇതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നോക്കിയേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ട് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. പിന്നെയാണ് വായിക്കുന്നത്, ദൈവം ശില്പിയായി. എന്നാൽ തൊട്ടു മുകളിൽ നോക്കിയേ, വിശ്വാസത്താൽ അബ്രഹാം അവൻ അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, വിശ്വാസത്താൽ അവൻ ആ വാഗ്ദത്ത ദേശത്ത് ചെന്നെത്തി. ദൈവം അബ്രഹാമിനോട് ഒരു വാഗ്ദത്ത ദേശം, ആ വാഗ്ദത്തം ചെയ്തിരുന്നു. ആ ദേശത്തേക്ക് അവനെ വിളിച്ചിറക്കി.
ആ ദേശത്ത് അവൻ ചെന്നെത്തി. എന്നാൽ പ്രിയപ്പെട്ടവരെ നോക്കിയേ, 13-ാമത്തെ വാക്യം പിന്നെ തുടങ്ങുന്നത് ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചെന്നല്ല, വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ എങ്ങനെ മരിച്ചു? അവിശ്വാസത്തിൽ മരിച്ചെന്നാണോ? അല്ല, അവർ വിശ്വാസത്തിൽ മരിച്ചു. വാഗ്ദത്ത ദേശത്തെത്തി എന്നെഴുതി, എന്നാൽ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ അവർ അവിശ്വാസത്തിൽ മരിച്ചെന്നല്ല. ദൈവം വാഗ്ദത്തം ചെയ്തതിൽ അവിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞല്ല, അവർ വിശ്വാസത്താൽ മരിച്ചു. എന്താണ് ഇതിന്റെ കാരണം? അതാ നാം അവിടെ വായിക്കുന്നത്. അവർ അവിടെ ചെന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതല്ല യഥാർത്ഥ വാഗ്ദത്ത ദേശം, മറ്റൊരു ദേശമുണ്ട്. ഇവിടെ ഞങ്ങൾ അന്യരും പരദേശികളുമാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരമുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അത് തന്നെ അവന്റെ ആ കുഞ്ഞുങ്ങളെ തലമുറയും പറഞ്ഞു പഠിപ്പിക്കുവാൻ അബ്രഹാമിനിടയായി. അവരെന്ത് ചെയ്തു? വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്ന പോലെ പാർത്തിട്ട് എന്ത് ചെയ്തു? കൂടാരങ്ങളിൽ പാർത്തു. അവരൊരു വീട് വെച്ചില്ല, അവർ കൂടാരങ്ങളിൽ പാർത്തു. എന്താ? അവർക്ക് മറ്റൊരു ദേശം വാഗ്ദത്തമുണ്ട്. ആ ദേശത്തേക്ക് അവർ നോക്കിയിരുന്നു, ആ ദേശത്തെ അവർ കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. നാം ഇവിടെ ജീവിക്കുമ്പോൾ നാം ഓർക്കണം, നാം ഇവിടെ പരദേശികളാണ്. നമുക്കൊരു ദേശമുണ്ട്, അത് നമ്മുടെ കർത്താവ് ഒരുക്കുന്നതാണ്. അവിടുന്ന് തന്നെ അടിസ്ഥാനങ്ങളിട്ട് പണിത, അവിടുന്ന് തന്നെ ശില്പിയായിരിക്കുന്ന ഒരു നഗരം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇവിടെ പരദേശികളാണെന്നുള്ള തിരിച്ചറിവിലും നമുക്ക് വേണ്ടി ദൈവം എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവിലും ദൈവത്തെ പ്രസാദിപ്പിച്ച് നാം ജീവിക്കുവാൻ ഇടയായി തീരണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം കൂടി ഇതിനോട് ചേർത്ത് നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. മതി. അവിടെ നാം വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പൗരത്വമുണ്ട്. നാം ഇവിടെ പരദേശികളാണെങ്കിലും നാം സ്വർഗത്തിലെ സിറ്റിസനാണ്, അവിടുത്തെ പൗരത്വമുള്ളവരാണ്. എന്നാൽ നാം ഇന്ന് അഭിമാനിക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അതോ ഇവിടെ ഒന്നുമില്ലെങ്കിലും, ഞാനിവിടെ കുടിലിലാണ് കഴിയുന്നതെങ്കിലും, കൂടാരമടിച്ചാണ് കഴിയുന്നതെങ്കിലും, എനിക്ക് സ്വർഗത്തിൽ എൻ്റെ പിതാവ് ഒരു ഭവനമൊരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തെ ഓർത്ത് ഞാൻ അഭിമാനത്തോടെ, അതിനെ വാഞ്ചയോടെ കാംക്ഷിച്ചാണ് ജീവിക്കുന്നത്. ഏതിലാണ് നാം ഇന്ന് അഭിമാനിക്കുന്നത്? ഇന്ന് ഭൗമികമായി നമുക്കുള്ളതിലാണോ അഭിമാനിക്കുന്നത്? അതോ സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിലാണോ നാം അഭിമാനിക്കുന്നത്? ഏതിൽ നാം അഭിമാനിക്കുന്നു? ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വസ്തുവിലാണ് നാം അഭിമാനിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുക, അത് അഴിഞ്ഞു പോകുന്നതാ. ഇത് പരദേശ പ്രയാണമാ, ഇവിടെ നിലനിൽക്കുന്നതായിട്ട് ഒന്നുമില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിൻ്റെ അത്യാവശ്യകത എന്താണ്? 5-ാം അധ്യായം 10-ാം വാക്യം, അതേ അധ്യായം തന്നെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ആണോ? അതെ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. മതി. ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമോ? അതേ അധ്യായത്തിൽ, 5-ാം അധ്യായത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്. അവിടെ വായിക്കുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അവിടെ നാം വായിക്കുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തെ എത്ര ഗൗരവമായിട്ട് വേണം എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കണ്ണിന് മുമ്പിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞാൻ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ നാളെ ദൈവത്തിൻ്റെ മുമ്പാകെ, അവിടുത്തെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞാൻ നിൽക്കേണ്ടി വരും. അവിടെ എന്താണ് നല്ലതും
തീയതുമായ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിലെ നന്മയും തിന്മയും എല്ലാം വിലയിരുത്തുന്ന ഒരു ദിവസം എനിക്ക് മുന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരണം. എന്തുകൊണ്ട്? എന്നെ ന്യായം വിധിക്കുന്ന, എൻ്റെ പ്രവൃത്തികളെ വിലയിരുത്തുന്ന, നല്ലതിനെയും തീയതിനെയും തിരിച്ചറിയിക്കുന്ന ഒരു ദിവസം എനിക്ക് മുമ്പിലുണ്ട്. ഞാൻ അവിടുത്തെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്നവനാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നാം നമ്മിൽ തന്നെ പ്രസാദിപ്പിക്കാതെ, നമുക്കുള്ളതിൽ നാം അഭിമാനിക്കാതെ, ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നമുക്കിടയാകും. ഇവിടെ പറയുന്നു, അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം, അതിന് കൃത്യമായി, അതിന് തക്കവണ്ണം നാം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പിക്കേണ്ടതിൻ്റെ വളരെ ആവശ്യകതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്ര നല്ലത് അല്ലെങ്കിൽ നന്മകളാണ് തന്നിരിക്കുന്നത്, ദൈവം നമുക്ക് എത്ര താലന്തുകളാണ് തന്നിരിക്കുന്നത്. ഈ താലന്തുകളൊക്കെ നാം വിനിയോഗം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം നാളെ ഈ യജമാനൻ നമ്മോട് ഇതൊക്കെ ചോദിക്കും, അല്ലേ? നാം 10 താലന്തുകളുടെ ഉപമയിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം കൊടുത്തതിനനുസരിച്ച് നമ്മോട് തിരിച്ചു ചോദിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടെന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ വേണം നാം ഓരോരുത്തരും ജീവിക്കുവാൻ. അപ്പോൾ നമുക്ക് മുന്നിൽ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള ഭയത്തോടെ നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടവർ ആണ്. ഇനി ഈ അറിവിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അഭിമാനിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അവിടെ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ അറിവ് അവരെ എന്ത് ചെയ്യിപ്പിച്ചു എന്നുള്ളതുകൂടെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ശരീരം അത് അഴിഞ്ഞു പോകുന്നതാണ്. ഇത് പരദേശ പ്രയാണമാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ കടന്നു പോകേണ്ട ഒരു ദിവസമുണ്ട്. ഈ തിരിച്ചറിവ് അവരെ എന്തു ചെയ്യിപ്പിച്ചു? 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, അതേ അധ്യായം 7-ാമത്തെ വാക്യം മതി. അവിടെ നാം വായിക്കുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ. ഈ തിരിച്ചറിവ് അവരെ കൊണ്ട് എത്തിച്ചത് എന്താണ്? ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ അവരെ ഇടയാക്കി. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നാളെ എന്ത് എങ്ങനെയെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം എന്ത് ചെയ്യും? ദൈവം കരുതും, ദൈവം നടത്തും. നാളെക്കുറിച്ച് നിങ്ങൾ നനയ്ക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം എന്താ? സ്വർഗത്തിലെ ദൈവം കരുതുന്നവനാണ്. അപ്പോൾ ഈ വിശ്വാസം അവരെ വിശ്വാസ ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നാം അറിഞ്ഞ സത്യത്തിന്റെ വെളിച്ചത്തിൽ നാം കാഴ്ചയാലാണോ ജീവിക്കുന്നത്, അതോ വിശ്വാസത്താലാണോ? ദൈവത്തിന്റെ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുവല്ലോ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ, അവൻ മുന്നിൽ ഒന്നും കണ്ടിട്ടല്ല, പക്ഷേ വിശ്വാസത്താൽ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, അവരുടെ ആ തിരിച്ചറിവ് അവരെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ നാളെ നമ്മൾ ഭയത്തോടെ നോക്കാതിരിക്കുന്നത് നമുക്ക് ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ടാണോ? നമ്മുടെ മക്കളൊക്കെ കഴിവുള്ളവരും അവർ നല്ല ജോലിക്കാരുമായിരിക്കുന്നത് കൊണ്ടാണോ? ഭൗമികമായ എന്തെങ്കിലും കണ്ടിട്ടാണോ നാം നാളെക്കുറിച്ച് വറിയാകാതിരിക്കുന്നതെങ്കിൽ ഓർക്കുക, അങ്ങനെയല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന തിരുവെഴുത്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായം നമുക്ക് പഠിച്ചാൽ മനസ്സിലാകും. 11-ാം അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. അവർ വിശ്വാസത്താൽ എന്തു ചെയ്തു എന്ന അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശ്വാസത്താൽ അവർ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം അവരുടെ പ്രവൃത്തിയിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ, ഇത് തികച്ചും വിശ്വാസ ജീവിതം യാഥാർത്ഥ്യമാണെന്ന് കാണിക്കുവാൻ നമുക്കിടയാകണം. അല്ലെങ്കിൽ ഇത് കേവലം തിരുവെഴുത്തിൽ മാത്രം എഴുതപ്പെട്ടിരിക്കുന്ന വസ്തുതയായിട്ട് മാത്രം നിൽക്കാതെ, ഇത് സത്യമാണ്, ഇതിലൂടെ ജീവിക്കുവാൻ കഴിയുമെന്ന് നീതിമാൻ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ യാഥാർത്ഥ്യത്തിലൂടെ ജീവിക്കുവാൻ ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം.
ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവരെ വിശ്വാസ ജീവിതം നയിക്കുവാൻ ഈ തിരിച്ചറിവ് പ്രേരിപ്പിച്ചു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം അതുകൂടെ ഒന്ന് വായിക്കാം. ഈ വിശ്വാസത്താൽ നടക്കുന്ന മറ്റൊരു കാര്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. മതി, അവിടെ നാം വായിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മരണത്തെ ഭയമില്ലാത്ത ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നു, അത് അത്യുത്തമം എന്ന നിലയിലേക്ക് അവരെ ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ജീവിക്കുമ്പോൾ നാമും ജീവിക്കുന്നു. നമുക്കിത് പറയാൻ കഴിയുമോ? ഈ തിരിച്ചറിവുകൾ എന്നെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചു. ഏതിലേക്ക്? എനിക്ക് ജീവിച്ചാൽ അത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. നമ്മുടെ ജീവിതത്തിൽ നാം ഈ കാര്യങ്ങളെ വിലയിരുത്തി എങ്ങനെയാണ് ജീവിക്കുന്നത്? മരണഭയം ഇല്ലാതെയാണോ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തു, ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞാണോ? നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി അർപ്പിക്കപ്പെട്ടാണോ നാം ജീവിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഒരു വാക്യം കൂടെ ചേർത്ത് വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. മതി, അവിടെ പൗലോസ് പറയുക, ഈ ഒരു വലിയ തിരിച്ചറിവ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. നമ്മോട് വായിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചപ്പും ചവറുമെന്നെണ്ണുകയാണ്. അവിടുത്തെ കുറിച്ചുള്ള തിരിച്ചറിവ്, എൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതിന്റെ നിമിത്തം ഞാൻ എന്ത് ചെയ്യുക? ചപ്പും ചവറുമെന്ന് എണ്ണുന്നു. ക്രിസ്തു നിമിത്തം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചപ്പും ചവറുമായി തീർന്നിട്ടുണ്ട്. ക്രിസ്തുവിനെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയ്യോ ഇതിന്റെ മുമ്പിൽ ഇതൊന്നുമല്ലല്ലോ എന്ന് പറയത്തക്കവണ്ണം ക്രിസ്തു നമ്മിൽ എത്ര കണ്ട് വളർന്നിട്ടുണ്ട്. അതിന് നിമിത്തമായി ക്രിസ്തു തീർന്നിട്ടുണ്ട്. ഇന്നലകളിൽ നമുക്കൊരു പക്ഷേ വലുതെന്ന് തോന്നിയതൊക്കെ ഈ ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നുമല്ലാത്ത നിലയിൽ അതിൻ്റെ വലിപ്പം, ക്രിസ്തുവിന്റെ വലിപ്പം, അത് നിമിത്തം ഇത് ചെറുതായി തീർന്ന എത്ര കാര്യങ്ങളുണ്ട്. പൗലോസ് ചപ്പും ചവറുമെന്ന് എണ്ണിയത്, അല്ലെങ്കിൽ ചപ്പും ചവറുമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെറുതല്ല എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ തൊട്ട് മുകളിൽ കിടപ്പുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ കിട്ടിയപ്പോൾ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, പരീശൻ, എത്രയെത്ര യോഗ്യതകൾ. എന്നാൽ നാം മറ്റൊരു വായിക്കുന്നുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവിടുന്ന് ദാസരൂപമെടുത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിലാണ് അഭിമാനിക്കേണ്ടത്? ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനോ? അയ്യോ, സ്വർഗത്തിലിരുന്ന ദൈവം എനിക്ക് വേണ്ടി ദാസരൂപമെടുത്ത്, ആ തിരിച്ചറിവ്, ക്രിസ്തു നിമിത്തം ഇതെല്ലാം ഞാൻ ചപ്പും ചവറുമെന്നെണ്ണുക. കാരണം അവൻ എനിക്ക് വേണ്ടി ചെയ്തത് അത്ര വലുതാണ്. അങ്ങനെ കർത്താവുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ ചെറുതായി പോയിട്ടുണ്ട്, അത് വേസ്റ്റായി പോയിട്ടുണ്ട്. ഇവിടെ പൗലോസ് പറയുക, ക്രിസ്തു നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചപ്പും ചവറുമെന്നെണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതം നാം നയിക്കുമ്പോൾ, കർത്താവ് നിമിത്തം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെറുതായി പോയിട്ടുണ്ട്, അത് ചപ്പും ചവറും അത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടെന്ന് നാം തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് ഏറെ നന്നായിരിക്കും. പൗലോസിന്റെ ജീവിതത്തിൽ താൻ വിശ്വസിച്ച കാര്യങ്ങൾ തന്നെ മാറ്റിമറിച്ചു. അവിടെ നിന്നെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണുവാനിടയായി. നമ്മോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ഈ വസ്തുതകളെ കാണുന്നത് എന്നുള്ളത് നാം ഒന്ന് ഓർക്കുക. ഒരു വാക്യം വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം, 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരോട് വായിക്കുന്ന, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യന്മാരിലും അരിഷ്ടന്മാരത്രേ. നാം ഏതിലാണ് അഭിമാനിക്കുന്നത്? നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണോ? അതോ
നാം ഇവിടെ ഉള്ളതിലല്ലയോ അഭിമാനിക്കുന്നത്? ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 14 അധ്യായം 7ഉം 8ഉം വാക്യം. റോമർ 14 7ഉം 8ഉം വാക്യം. മതി. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കട്ടെ ഈ പുതു വർഷത്തിൻ്റെ പ്രാരംഭം മുതൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആപ്തവാക്യമായിട്ട് നാം ഓർക്കേണ്ടത്. 14 അധ്യായം 7ഉം 8ഉം വാക്യത്തിൽ നാം വായിച്ചു, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല. ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക. മരിച്ചാലും ജീവിച്ചാലും അത് കർത്താവിന് വേണ്ടി. കർത്താവിന് വേണ്ടി ജീവിച്ചിരുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം ലഭിപ്പാൻ ഹാനോക്കിനെ പോലെ ദൈവം നമ്മയും സഹായിക്കട്ടെ. ഈ പുതുവത്സരത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും ഞാൻ ജീവിക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിനായി. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ നയിക്കുവാൻ ഈ ചെറിയ ചിന്തകൾ വലിയവനായ ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അത് രൂപാന്തരപ്പെടുത്തുകയും ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോ ദിവസം ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെയും ചെയ്യട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഇപ്രകാരം ഇങ്ങനെ കടന്നു വന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുവദിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം വളരെ അനുകൂലമാക്കി തീർത്തു. മഴയുടെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം അതെല്ലാം മാറ്റി മറ്റ് കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമാക്കി തന്നു. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. മാത്രമല്ല, ദൈവവചനത്തിൽ നിന്ന് അനുഗ്രഹീതമായ ആലോചനകൾ ഇന്ന് പ്രിയ കർത്താസനിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. നാം എന്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം, എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ള കാര്യങ്ങളാണ് നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്. അതുപോലെ തന്നെ നാം ഈ ഭൂമിയിൽ പരദേശികളായിട്ടാണ് പാർക്കുന്നത്. മാത്രമല്ല, നാം ഒരു നാൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാനായിട്ട് പോവുകയാണ്. അന്ന് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം നാം പ്രതിഫലം വാങ്ങുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടത് എന്ന വസ്തുത ഇന്ന് പ്രിയ കർത്താസൻ നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. വരുന്ന ആളുകളിൽ അപ്രകാരം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ നാം ലജ്ജിച്ചു പോകുവാൻ ഇടവരാതെ പ്രതിഫലങ്ങൾ വാങ്ങുവാൻ തക്കവണ്ണം നമുക്ക് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി തീരാം. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അധികമായിട്ട് സഹായിക്കട്ടെ. കർത്തദാസൻ ഷിജു തങ്കച്ചനുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇപ്രകാരം കടന്നു വരുവാൻ താൻ സമ്മതിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ആളുകളിലും ദൈവം ധാരാളമായിട്ട് പ്രിയ കർത്താസിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഗാനങ്ങൾ ആലപിച്ച് നമ്മളെ സഹായിച്ച പ്രിയ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഒരു പ്രത്യേക കാര്യം അനൗൺസ് ചെയ്യാനായിട്ടുണ്ട്. അടുത്ത അതായത് ഈ വരുന്ന ശനിയും ഞായറും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് TBFൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ യോഗങ്ങളിൽ സംസാരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ഷനു സാമുവേൽ അടൂർ, അതുപോലെ തന്നെ ബ്രദർ സജി മാത്യൂസ് ട്രിവാൻഡ്രം. ഈ രണ്ട് ദൈവദാസന്മാരാണ് ആ യോഗത്തിൽ 2 ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നത്. മാത്രമല്ല, തുടക്കത്തിൽ ഗാനസന്ധ്യയും ഉണ്ടായിരിക്കുന്നതായിരിക്കും.
അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിലേക്ക് കടന്നു വരണം, ആ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഡേറ്റ് ഒന്നുകൂടെ പറയാം. 2024 ജനുവരി 13, 14 ശനി ഞായർ, സമയം 6 മുതൽ 8 വരെ ഉള്ള സമയമാണ്. ഈ ഹാളിൽ വെച്ച് തന്നെയാണ് ആ മീറ്റിംഗ് നടത്തുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. മാത്രമല്ല ശനിയാഴ്ച, അതായത് ഈ വരുന്ന ശനിയാഴ്ച ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമും കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. രാവിലെ 9 തൊട്ട് 1 മണി വരെയുള്ള സമയം, സെക്കൻഡ് സാറ്റർഡേ രാവിലെ 9 മുതൽ 1 മണി വരെയുള്ള സമയം മെഡിക്കൽ കോളേജിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പരസ്യ യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. വിവിധ ദേവദാസന്മാർ അതിലും കടന്നു വന്ന് സംബന്ധിക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ യോഗത്തിനായിട്ടും നിങ്ങൾ പ്രത്യേകമായിട്ട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് പ്രിയ കർത്തദാസൻ എസെക്കിയേൽ അവറുകളെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പുതുവർഷത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ച രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ ശ്രേഷ്ഠമേറിയ വചനത്തിന് മുൻപാകെ ആയിരിക്കുവാനും അത് ശ്രദ്ധയോടെ കേൾക്കുവാനും തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കൊരവസരം കൂടി നൽകിയതിനായി നന്ദിയോടങ്ങി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുത്തെ ദാസനിലൂടെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണമെന്നുള്ളതും പ്രസാദിപ്പിച്ചില്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതൊക്കെ ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യുവാനും കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി ഭക്തിയുള്ള ജീവിതം നയിക്കുവാനും തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവ് വചനം സംസാരിപ്പാൻ അവിടുത്തെ ദാസന് ധാരാളമായ ദൈവകൃപ നൽകി അതിനായി സ്തോത്രം ചെയ്യുന്നു. തന്നെയും തൻ്റെ ശുശ്രൂഷകളെയും കർത്താവെ ധാരാളമായി അനുഗ്രഹിക്കുകയും ഇനി അനേകരുടെ മധ്യേ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ ദൈവകൃപയും അവിടെ നൽകി ആദരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ മടക്കയാത്രയിലും കൂടെ ഇരിക്കണം, ക്ഷേമത്തോടെ തൻ്റെ ഭവനത്തിലെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വചനം കേൾക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് കേട്ടതായ വചനം ഞങ്ങൾക്കൊരു വെല്ലുവിളിയായി തീരുവാനും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി ഞങ്ങൾക്ക് ദൈവം അനുവദിക്കുന്ന ആയുസ് മുന്നോട്ട് നയിക്കുവാനും തക്കവണ്ണം കർത്താവെ അവിടെ നിന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാധ്യമത്തിലൂടെ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്നവരുടെ ഹൃദയങ്ങളിലും അവിടുത്തെ ആത്മാവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. പാടുവാനായിട്ട് അവിടുത്തെ ദാസന്മാർക്ക് ദൈവകൃപ നൽകിയതിനായി സ്തോത്രം. ശബ്ദവും മറ്റ് ക്രമീകരണങ്ങളോട് ഭംഗിയായി പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ഇങ്ങനെ ഒരു ശുശ്രൂഷ ക്രമീകരിക്കുവാൻ ഇവിടെയുള്ള ദൈവദാസന്മാർക്ക് അവിടുന്ന് കൊടുത്ത പ്രേരണയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ അനേക നാളുകളായിട്ട് തടസ്സങ്ങൾ കൂടാതെ മുടക്കം കൂടാതെ കർത്താവെ ശുശ്രൂഷ ഭംഗിയായി നിവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ശുശ്രൂഷ അനേകരുടെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും മുഖാന്തരമായി തീരുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവിടുത്തെ വരവ് ദീർഘമാകുന്നുവെങ്കിൽ കർത്താവെ പ്രിയപ്പെട്ടവരാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത് പോലെ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ വെച്ച് നടക്കേണ്ട സ്പെഷ്യൽ മീറ്റിങ്ങിനെയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദിവസങ്ങളിൽ ഞങ്ങൾക്കുള്ള എല്ലാ കാലാവസ്ഥ മറ്റ് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി നൽകണം. ശനിയാഴ്ച പകൽക്കാലം നടക്കേണ്ടതായ പരസ്യോഗ ശുശ്രൂഷയും അനുഗ്രഹമായി തീരുവാനും അതിലൂടെ ചില ആത്മാക്കൾ കർത്താവിനെ അറിയുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിപ്പോൾ താൽക്കാലികമായിട്ട് പ്രാർത്ഥിച്ച് പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. അവിടുത്തെ വരവ് ദീർഘമാകുന്നുവെങ്കിൽ വീണ്ടും തമ്മിൽ കാണുന്നതുവരെയും ദൈവകൃപയിൽ അന്യോന്യം സൂക്ഷിക്കണം. സകലവും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ക്രിസ്തുയേശുവിൻ്റെ തനിവേറെ നാമത്തിൽ താഴ്മപേക്ഷിക്കുന്നു. ദൈവയോടും കൃപയോടും കൂടെ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണം. സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ. ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, നിരന്തര സഹവാസം നാം ഏവരോടും കൂടെ കർത്താവിൻ്റെ വരവോളം ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.